ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 5th സ്റ്റാൻഡേർഡിലെ ഹിന്ദി ആനുവൽ എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് ഗതിവിധി ഏക്ക് എന്താണെന്ന് നോക്കിയാലോ. സൂചന ഗൺപടയും ഓർ ഉത്തള്ളികയും എന്താണ്? യെസ്, നമുക്കിവിടെ ഒരു പാരഗ്രാഫ് നൽകിയിട്ടുണ്ട്. അത് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് അല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് വായിച്ച് നോക്കാം. एक घोंसले में एक प्यारी सी चिड़िया अपने बच्चों के साथ रहा करती थी. എന്താണ്? ആ ഒരു കൂട്ടിലെ ഒരു അമ്മയും അതുപോലെ തന്നെ എന്താണ് അപ്പിനെ ബച്ചോം കേസ് തൻ്റെ കുട്ടികളോടൊപ്പം താമസിച്ചിരുന്നു. വേ സബ് സാത്ത് ഹി ഹമേശ ഹി ഖുഷ് രഹ്തേ. അവരെല്ലായ്പ്പോഴും എന്താണ് സന്തോഷത്തോടു കൂടിയായിട്ടാണ് താമസിച്ചിരുന്നത്. മമ്മി ചെടിയ അപ്പിനെ ബച്ചോം കോ ഗാന പാനി ഗോജന സിക്കാത്തി ഹേ. മമ്മി ചെടിയ എന്ത് ചെയ്തു? യെസ്, അപ്പിനെ ബച്ചോം കോ തൻ്റെ കുട്ടികൾക്ക് ഗാന പാനി ഗോജന സിക്കാത്തി ഹേ. ഭക്ഷണവും വെള്ളവും ശേഖരിക്കാൻ അന്വേഷിക്കാനൊക്കെ പഠിപ്പിച്ചിരുന്നു. മമ്മി ചെടിയ अपने सारे बच्चों को उड़ने का प्रशिक्षण देती है. മമ്മി ചെടി അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? തൻ്റെ എല്ലാ കുട്ടികൾക്കും പറക്കാനുള്ളൊരു ട്രെയിനിങ്ങും കൊടുത്തിരുന്നു. വഹ് റോസ് ഉനേം ഉഡ്ന സിഖാത്തി ഹേ. ധീരെ ധീരെ ഉൻകെ തീരോ ബച്ചേ സീഖ് ജാത്തേ ഹേ. പതുക്കെ പതുക്കെ എന്താണ് ധീരെ ധീരെ എന്ന് പറഞ്ഞാൽ യെസ്, പതുക്കെ പതുക്കെ ആ 3 കുട്ടികളും എന്താണ് എല്ലാം പഠിച്ചെടുത്തു. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാലോ. ഗോംസലേ മേം കോൻ അപ്നെ ബച്ചോം കെ സാത്ത് രഹാ കർത്തി തി. കൂട്ടിൽ ആരോടൊപ്പമാണ് തൻ്റെ കുട്ടികളെ താമസിച്ചിരുന്നത്? ആരോടൊപ്പമാണ്? യെസ്, എന്തിൻ്റെ കുട്ടികളാണ് കൂട്ടുകാരെ? പക്ഷിയുടെ കുട്ടികളാണല്ലേ. യെസ്, ചിടിയ, ഗിൽഹരി, ബന്ദർ, കച്ചുവ. ചിടിയ എന്ന് പറഞ്ഞാൽ പക്ഷി, ഗിൽഹരി അണ്ണാൻ, ബന്ദർ കുരങ്ങൻ, കച്ചുവ ആമ അല്ലേ. അപ്പം റൈറ്റ് ആൻസർ എന്താണ്? യെസ്, ചിടിയ. ദെൻ ബച്ചോക്കു ഉടനേക്ക പ്രശിക്ഷൺ കോൺ ദേത്തി ഹേ. കുട്ടികളെ പറക്കാനുള്ള ട്രെയിനിങ് കൊടുത്തിരുന്നത് ആരായിരുന്നു? കോൻ എന്ന് പറഞ്ഞാൽ ആരല്ലേ. ഓക്കെ, ഗിൽഹരി, മമ്മി ചിടിയ, തോത്ത, മോർ. ആരാണ് കൂട്ടുകാരി? ഗിൽഹരി എന്ന് പറയുന്നത് നമുക്കറിയാം അണ്ണാൻ, മമ്മി ചിടിയ യെസ് അമ്മ പക്ഷി, ദെൻ തോത്ത എന്ന് പറഞ്ഞാൽ തത്ത, മോർ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ് മയിൽ അല്ലേ. അപ്പോൾ ഇതിൽ റൈറ്റ് ആൻസർ ഏതാണ്? അതെ, മമ്മി ചിടിയ. ദെൻ ചിടിയ അപ്പിനെ ബച്ചോം കെ സാത്ത് കഹാം രഹ്തി തി. ചിടിയ തൻ്റെ കുട്ടികളോടൊപ്പം എവിടെയാണ് താമസിച്ചിരുന്നത്? കഹാം എന്ന് പറഞ്ഞാൽ എന്താണ്? എവിടെ. ഗർമേം, ഗോംസലേമേം, പത്തർമേം, താലാബുമേം. എവിടെയാണ് താമസിച്ചിരുന്നത്? കൂട്ടിലല്ലേ. യെസ്, ഗോംസലേമേം. ആൻസർ ഗോംസലേമേം. ദെൻ ഇസ് ഗദ്യാംശ് ക ഉചിത് ശീർഷകിലേക്ക്. ഈ ഗദ്യഭാഗത്തിന് ഉചിതമായൊരു ശീർഷകം നൽകാനാണല്ലേ നൽകിയിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത്, എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് നമ്മളോട്. നമുക്ക് എന്ത് ചെയ്യാം? ചിടിയ എന്നോ അല്ലെങ്കിൽ തീം ബച്ച എന്നോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ടൈറ്റിൽ നൽകുക. ഓക്കെ, ദെൻ പാനിക്ക് സമാനാർത്ഥക ശബ്ദത്തിലേക്ക്. പാനിയുടെ സെയിം മീനിങ്. പാനി എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, വെള്ളം അല്ലേ. ജലം എന്ന അർത്ഥം വരുന്ന വാക്ക് ഇതിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനാണ് നൽകിയിട്ടുള്ളത്. നോക്കൂ, വായു, ജൽ, നദി, മേഘ്. ഇതിലേതാണ് സെയിം മീനിങ് വരുന്നത്? ജലം എന്ന അർത്ഥം വരുന്നത് യെസ് ജൽ അല്ലേ. ആൻസർ എന്താണ്? ജൽ. ഓക്കെ, ദെൻ സൂചന കവിതാംശ് പഠേം ഓർ പ്രശ്നവും കെ ഉത്തർലികേം. യെസ്, കവിതാഭാഗം വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് അല്ലേ. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. रिमझिम रिमझिम वर्षा आई धरती की सब प्यास बुझाई शाम गड़ाई गुमड़ रही है नदी नालियां उमड़ रही है. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കൈസെ വർഷ ആയി. കൈസെ മീൻസ് യെസ് എങ്ങനെ അല്ലേ. വർഷ ആയി. വർഷ എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടുകാരെ? യെസ് മഴയല്ലേ. എങ്ങനെയാണ് മഴ വന്നത്? ഉമ്മടുക്കർ, ഗുമ്മടുക്കർ, റിംജിം റിംജിം, ടെർ ടെർ. ഫസ്റ്റ് ലൈനിൽ തന്നെ പറയുന്നുണ്ടല്ലേ. നോക്കൂ, റിംജിം ജിം ജിം വർഷ ആയി. അപ്പൊ എങ്ങനെയാണ് മഴ വന്നത്? യെസ്, റിംജിം റിംജിം വർഷ ആയി. देन जल जीवन का आधार है यह संदेश देते हुए एक പോസ്റ്റർ തയ്യാർ കരേ. ജൽ ജീവന്റെ അടിസ്ഥാനമാണ്, ജലം ജീവന്റെ ആധാരമാണെന്ന് സന്ദേശം നൽകുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? യെസ്, ഇതുപോലെ ബോർഡറൊക്കെ വരയ്ക്കും. ഒരു ബോർഡറൊക്കെ വരച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? അതിനുള്ളിൽ ജൽ ജീവൻ കാ ആധാർ ഹേ എന്നൊക്കെ എഴുതി ചിത്രമൊക്കെ വരച്ച് ഒരു മനോഹരമായൊരു പോസ്റ്റർ തയ്യാറാക്കുക. അപ്പം ജൽ ജീവൻ കാ ആധാർ എന്നിങ്ങനെ വലുതാക്കി എഴുതുക. ജൽ ജീവൻ കാ ആധാർ. ഓക്കെ, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ചിത്രമൊക്കെ വരച്ച് പോസ്റ്റർ മനോഹരമാക്കുക. ഓക്കെ, ഇതിന് ഗതിവിധി 3 നോക്കാം. സൂചന ഗൺപടേം ഓർ പ്രശ്നവും കെ ഉത്തർലികേം. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം പാരഗ്രാഫ്. ദോ സന്തരേത്. 2 നാരങ്ങ, 2 ഓറഞ്ചുകൾ ഉണ്ടായിരുന്നു, നാരങ്ങകൾ ഉണ്ടായിരുന്നു. ഏക്ക് ദിൻ ബേ ഗൂംനെ നിക്കൽ. ഒരു ദിവസം അവരെന്താണ് ചുറ്റിക്കറങ്ങാൻ പുറപ്പെട്ടു. അചാനക് ഏക്ക് ബാലു സാമനെ ആ ഗയാ.
അചാനക് മീൻസ് യെസ് പെട്ടെന്നല്ലേ. ബാലു എന്ന് പറഞ്ഞാൽ ആ കരടി. എന്താണ് പെട്ടെന്ന് ആ ഒരു ബാലു ഒരു കരടി അവരുടെ അടുത്തേക്ക് വന്നു. സന്തരോക്കോ ദേഖ് ഉസ്കെ മുഹ് കെ പാനി ആ ഗയാ. എന്താണ് ആ സന്തരൊക്കെ കണ്ടുനോക്കുമ്പോ അവരുടെ ബാലുവിന്റെ വായിൽ നിന്ന് വെള്ളം വന്നല്ലേ. ഉസ്നെ ഏക് സന്തര ഉഡായ. संतरे को जोर से पकड़कर वह गाने की वालादा की संतरे को रस उसकी आंखों में चला गया. എന്താണ് നമ്മുടെ ബാലു ആ സന്തര എന്ത് ചെയ്യാണ് ഇങ്ങനെ മുറുക്കി പിടിച്ചു നോക്കുമ്പോൾ അതിന്റെ നീര് എന്ത് ചെയ്യാണ് അതിന്റെ കണ്ണിലേക്ക് ആവുകയാണല്ലേ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. സന്തരയ്ക്ക് സാമനെ കോൻ ആകയ. സന്തര നാരങ്ങൾക്കിടെ അടുത്തേക്ക് ആരാണ് വന്നത്? ആരാണ് വന്നത്? ബാലു, ബന്ദർ, ഖർഗോഷ്, കച്ചുവ. ബാലു എന്ന് പറഞ്ഞാൽ കരടി, ദെൻ ബന്ദർ കുരങ്ങൻ, ദെൻ ഖർഗോഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ് മുയൽ അല്ലേ. ദെൻ കച്ചുവ ആമ. അപ്പൊ ആരാണ് വന്നത്? യെസ് ബാലു ആണ് അല്ലെ. ആൻസർ എന്താണ്? ബാലു. ഓക്കെ, ദെൻ താലികാക്കി സഹായദാസെ വാർത്താലാപിക്ക് പൂർത്തി കരെ. ഇവിടെ പട്ടിക നൽകിയിട്ടുണ്ട്. ഈ പട്ടികയിൽ സെന്റൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നോക്കൂ, താഴെ നോക്കൂ. യെസ് ഒരു വാർത്താലാപാണ് നൽകിയിട്ടുള്ളത്. അത് പൂർത്തീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ നോക്കൂ. ദേക്കോ ദേക്കോ ഏക് ബാലു. എന്താ പറയുന്നത്? നോക്കൂ നോക്കൂ ഒരു കരടി എന്നല്ലേ. ദെൻ വഹ് കിത്ന സുന്ദർ സന്തരെ. എത്ര മനോഹരമായ സുന്ദരമായ സന്തര നാരകങ്ങളാണ്. ദൗഡോ ദൗഡോ ഓടിക്കോ ഓടിക്കോ എന്ന് പറയണല്ലേ. ദെൻ മുജേ ചോടോ എന്നെ വിടൂ എന്നെ വിടൂ എന്ന് പറയാണ്. ദെൻ കഹാം എവിടെ. ദെൻ തുമേൻ ചോടൂങ്ക നെഹി ഞാൻ നിങ്ങളെ വിടില്ല. വഹ് കിസ്കെ ലിയെ ആയാ ഹോഗ. അത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്? അപ്പൊ അതാണ് ഇത്രയും സെന്റൻസിന്റെ മീനിങ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതൊരു കോൺവെർസേഷൻ രൂപത്തിൽ എഴുതാമല്ലോ. അപ്പൊ ഫസ്റ്റ് സന്തര എന്താ പറയുന്നത്? യെസ് ദേക്കോ ദേക്കോ എക് ബാലു. ദെൻ സെക്കൻഡ് സന്തര എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? കഹാം എവിടെ എന്ന് ചോദിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ നെക്സ്റ്റ് നമുക്ക് എഴുതാം കഹാം. ദെൻ സന്തര ഏക്ക് പറയാണ് എന്താണ്? യെസ് വഹ് കിസ്കെ ലിയെ ആയാ ഹോഗ. അത് എന്തിനു വേണ്ടിയിട്ടാവും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവുക? ദെൻ ബാലു എന്താവും പറഞ്ഞിട്ടുണ്ടാവുക? നോക്കൂ. യെസ് വാഹ് കിത്ന സുന്ദർ സന്തര. എത്ര മനോഹര സുന്ദരമായ ആ സന്തരകളാണ്, നാരങ്ങകളാണ്. അപ്പൊ സന്തര 2 എന്താ പറയുന്നത്? യെസ് മുജേ ചോടോ എന്ന് പറയുകയാണല്ലേ. അപ്പൊ എന്താണ് നമ്മുടെ ബാലു പറഞ്ഞിട്ടുണ്ടാവുക? യെസ് തുമ്മേ ചോടൂങ്ക നെഹി ഞാൻ നിങ്ങളെ വിടില്ല എന്നല്ലേ. അപ്പം സന്തരെ 1 എന്താ പറയുന്നത്? ദൗഡോ എന്ന് പറയുകയാണല്ലേ. ഓടു എന്ന് പറയാണ്. അപ്പൊ ഇതായിരിക്കാം ഇവരുടെ കോൺവെർസേഷൻ അല്ലേ. അപ്പൊ ഇത് എന്ത് ചെയ്യുക? നിങ്ങൾ ക്രമപ്പെടുത്തി ഇവിടെ എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഗതിവിധി 4 അല്ലെ. ഗതിവിധി 4 കവിതാംശ് പഠേം ഓർ പ്രശ്നോं के उत्तर लिखें. ഓക്കെ, നമുക്ക് കവിത ഒന്ന് വായിച്ചു നോക്കാം. हवा धूल को छेड़की भागी सोती धूल अचानक जागी उड़ी हवा के पीछे पीछे हवा हो गई धूल के नीचे धूल गूंजती आंखों नीचे दाएं बाएं आगे पीछे हवा चल रही सांसें गींचे नीचे नीचे धूल के नीचे. നിമ്നലിഖിത ആശയ വാലി പങ്ക്തിയാം കവിതാസെ ചുൻകർ ലിഖേ. എന്താണ്? യെസ് താഴെ നമുക്കിവിടെ സെന്റൻസ് നൽകിയിട്ട് നോക്കൂ, വരികൾ നോക്കൂ. ധൂൾ ആങ്കോ ബദ്കർ ഗോജ്തി ദി ഹവാ ധൂൾ കെ നീച്ചെ ചൽ രഹി ദി. അതേ ആശയം വരുന്ന വരികൾ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? യെസ് കവിതയിൽ നിന്ന് എടുത്തെഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഏതാണ് ആ വരികൾ? യെസ് നോക്കൂ. ഹവാ ഹോ ഗയി ധൂൾ കെ നീച്ചെ ധൂൾ ഗോജ്തി ആങ്കോ നീച്ചെ. ഈ വരികളാണല്ലേ. ദെൻ ദായേം ബായേം ആകെ പീച്ചെ ഹവാ ചൽ രഹി സാംസെ ഗീഞ്ചെ. ഇത്രയും വരികൾ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, ദെൻ ഉജിത് ചോട് ചുനുക്കർ ലിഖേം. ഉജിത് ചോടെ ചുനുക്കർ ലിഖേം. ഹവാ ധൂളുക്കോ ഏതായിരിക്കും വരിക? നോക്കൂ. ഹവാ ധൂളുക്കോ ഫസ്റ്റ് വരേണ്ടല്ലേ. ചോടിക്കേ ബാഗി അല്ലെ. ചോടിക്കേ ബാഗി. ഹവാ ധൂളുക്കോ ചോടിക്കേ ബാഗി ഇങ്ങനെ അല്ലേ. ദെൻ സോത്തി ധൂൾ നമുക്ക് നോക്കാം പോയത്തില്. सोती धूल अचानक जागी. ओके, अचानक जागी. देन उड़ी हवा पीछे पीछे. അപ്പൊ ഇതേ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അവിടേക്ക് എടുത്ത് എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഗതിവിധി 5 താലികാക്കി സഹായദാസി ഡയറിക്ക് പൂർത്തീകരം. എന്താണ്? യെസ് ഇവിടെ നോക്കൂ. ഇവിടെ ബോക്സിൽ എന്താണ്? നമുക്ക് ഇവിടെ കുറെ സെന്റൻസ് നൽകിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ സഹായത്തോടു കൂടി നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? യെസ് ഡയറി പൂർത്തീകരിക്കാനാണ് അല്ലേ. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. ആജ് ജൽമുർഗിയോं की चूसे मेरे घर में गूज आए बिलौट से डर कर चूसे घर के अंदर गूज आए जल मुर्गियों शोर मचाती रही थी. मेमने चूसों की पकड़कर जल मुर्गियों को दिया जल मुर्गियों को भी गिनत आती है. देन जल मुर्गियों की नदी के तरफ दौड़ पड़ी.
ഓക്കെ, അപ്പോൾ ഫെബ്രുവരി 15 മംഗൾവാർ ആജ് ജൽ മുർഗിയാം എന്ന് നൽകിയിട്ടുണ്ട് അല്ലേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, യെസ് ഇതുപോലെ എന്ത് ചെയ്യുക, ഡയറി കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ അതുപോലെ ഇത് എന്ത് ചെയ്യുക, ഇതേപോലെ തന്നെ ഇങ്ങോട്ടേക്ക് എഴുതിയെടുത്താൽ മതി. അതായത് ഈ സെന്റൻസ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ എന്ത് ചെയ്യുക, ഇവിടേക്ക് ഇതേപോലെ എടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ ഡയറി പൂർത്തീകരിക്കാവുന്നതാണ്. നോക്കൂ, ആജ് ജൽ മുർഗിയാം കെ ജൂസെ മേരെ ഘർ മേ ഗൂസ് ആയേ. നെക്സ്റ്റ് ഇവിടെ എഴുതുക, ഇതുപോലെ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ എഴുതിയിട്ട് ഈ ഡയറി പൂർത്തീകരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഗതിവിധി ചേർന്ന് നോക്കാം. നീജെ ദിയെ കോഷ്ടക് സെ രംഗോं के नाम चुनकर तालिका में लिखें. ഓക്കെ, നമുക്ക് നോക്കാം. കോഷ്ടകം നൽകിയിരിക്കുന്നു. നോക്കൂ, കാല എന്ന് പറഞ്ഞാൽ എന്താണ്, യെസ് കറുപ്പ്. ദെൻ നീല ലാൽ ചുവപ്പ്. പീല എന്ന് പറഞ്ഞാൽ മഞ്ഞ. ദെൻ ബുര ബ്രൗൺ കളർ അല്ലെ. ദെൻ ഹര പച്ച. അപ്പൊ കാല എന്ന് പറയുമ്പോൾ യെസ് കാല. ദെൻ നീല, യെസ് കാല. നീല ഇല്ലല്ലേ, ലാൽ. ചുവപ്പ് ഉണ്ട് അല്ലേ, ലാൽ. നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്ന പ്രവർത്തനമല്ലേ. നോക്കൂ, യെസ്. ഓക്കെ, കാല. ദെൻ ലാലല്ലേ നമുക്ക് അടയാളപ്പെടുത്തേണ്ടത്, ലാൽ. ദെൻ പീല മഞ്ഞ. ദെൻ ബുര ബ്രൗൺ. ഹര പച്ച. യെസ്, ഇതുപോലെ ഇവിടേക്ക് എടുത്ത് എഴുതുക. ഓരോന്നും ഇവിടേക്ക് എടുത്ത് എഴുതുക. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.